ഒരാൾ മാത്രമുള്ളൊരു ഘോഷയാത്രയ്ക്ക് ഇവിടെ നാന്ദി കുറിക്കപ്പെടുകയാണ്. കാത്തുപാർത്തു നിന്ന പാരാവാരം അപ്പോഴും ഇപ്പോഴും വഴിയോരങ്ങളിൽ അതേപടി നിൽപ്പാണ്. ഘോഷയാത്രയും കഴിഞ്ഞ് ഡീഗോ തിരിഞ്ഞു നടക്കുന്നു. മഴ പെയ്തു തീർന്നിടത്ത് മരം പെയ്തു തുടങ്ങലാണ് പതിവ്. പക്ഷെ മറഡോണ എന്ന തുലാം മാസ മഴയ്ക്ക് മാത്രം തോർച്ചയുണ്ടാവില്ല. കാരണം ആ മഴ അങ്ങനെ നിന്നു പെയ്ത 6 പതിറ്റാണ്ടുകളാണ് കഴിഞ്ഞുപോയത്. ആമസോൺ മഴക്കാടുകളിലെ കണ്ണീർ പുഷ്പങ്ങളെപ്പോലെ ലോകം ആ നനവിൽ വിടരുകയും കൊഴിയുകയും ചെയ്യും. ഇനി അത് തോർന്നെന്ന് ആലങ്കാരികമായി പറഞ്ഞാലും കാൽപന്തിന് വട്ടവും പച്ചപ്പുൽ മൈതാനത്തിന് നീളൻ ചതുരവും ആകൃതികളായുള്ളിടത്തോളം മറഡോണ എന്ന ഉന്മാദിയുടെ ഓർമ്മകൾക്ക് മരണമില്ല. എല്ലാത്തരം വികാരങ്ങളുടെയും മൂർത്തമായ തലങ്ങളിൽ മാത്രം ആറാടി എതിരാളികളെയും കാണികളെയും ഇനി കാണാൻ പോകുന്നവരെയുമെല്ലാം വെട്ടിച്ചു കടന്ന് ഒരു കൊള്ളിയാനെ പോലെ അയാൾ മിന്നിമറയുന്നു. ഒറ്റയാൾ ഘോഷയാത്രയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ കാഴ്ചവെച്ചതെല്ലാം ലോകത്തിന് അയാൾ നൽകിയ സമ്മാനങ്ങളാണ്. അതിശയിക്കാനും അത്ഭുതപ്പെടാനും ആഘോഷിക്കാനും സങ്കടപ്പെടാനും കെറുവിച്ചിരിക്കാനുമുള്ളതെല്ലാം ആ കാഴ്ചകളിലുണ്ട്. തൂവെള്ള വിവാഹ വസ്ത്രമണിഞ്ഞ് ഞാൻ എൻ്റെ കല്യാണപ്പന്തലിൽ നിൽക്കുകയാണെന്ന് കരുതുക. ചെളിയിൽ പുതഞ്ഞൊരു പന്ത് പൊടുന്നനെ തൻ്റെ നേരെ ഉയർന്നു വന്നെന്നും കരുതുക. നെഞ്ചിൽ ടാപ്പ് ചെയ്തൊതുക്കിയതിന് ശേഷമല്ലാതെ അതിനെ നിലം തൊടുക്കില്ലെന്നത് ഡീഗോയുടെ വാക്കുകളാണ്. അതിനാൽ വഴിയോരങ്ങളിൽ ഇനിയും കാത്തുപാർത്തു നിൽക്കേണ്ടതില്ല. തുകൽ കൊണ്ട് നിർമ്മിച്ച് ഉള്ളിൽ കാറ്റു നിറച്ചൊരു ഹൃദയവുമായി അങ്ങനെ ഒരാൾ നിങ്ങളെ ആനന്ദിപ്പിക്കാൻ ഈ വഴി വരില്ല. ബ്യൂണസ് അയേഴ്സിൻ്റെ പ്രാന്തങ്ങളിൽ ഇപ്പോഴും ചേരികളുണ്ട്. കാലും കയ്യും കുത്തി നിൽക്കുന്ന അതിനകത്തെ ടെൻറ്റുകളിൽ നിന്നും ഡീഗോയെപ്പോലെ വിശപ്പ് മാറ്റാൻ ഇനിയും കുട്ടികൾ പന്തും തട്ടി ഇറങ്ങിയേക്കാം. വെള്ളയും നീലയും ചാലിച്ച ചിറകുകളുമായി അവർ ലോകം കീഴടക്കിയെന്നുമിരിക്കാം. പക്ഷേ അവരെയൊക്കെ ലോകം മറഡോണയുടെ പിൻഗാമിയെന്നേ വിളിക്കൂ. PC സൈഫുദ്ദീൻ, മീഡിയ 1, ദോഹ.